ആസാദ് സിൽക്സ്, PSM ആർക്കേഡ്, പാൻ ബസാർ, തിരൂർ. ചില കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ വാർത്ത നൽകുന്നത്. അതായത് ഒരു പോലീസ് പോക്സോ കേസെടുത്ത ഒരു കേസിൽ പുനരന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് DGP തന്നെ ഉത്തരവിട്ടിരിക്കുന്നു. കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലാണ് സംഭവം. കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ ഒരു മാതാവ് 1.5 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പോലീസ് എടുത്ത പോക്സോ കേസാണ് വീണ്ടും അന്വേഷിക്കുന്നത്. നോക്കൂ, 1.5 വയസ്സുള്ള പെൺകുട്ടിയെ, തൻ്റെ മുലപ്പാൽ കുടിക്കുന്ന ഒരു പെൺകുട്ടിയെ മാതാവ് പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഭർത്താവ് നൽകിയ പരാതിയിലാണ് ഈ കേസെടുത്തിരിക്കുന്നത്. കോടതി ഇതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. കേട്ടുകേൾവിയിൽ പോക്സോ കേസ് എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. കാരണം ഭർത്താവിൻ്റെ പരാതിയിൽ പോക്സോ കേസ് എടുക്കുകയും അതുപ്രകാരം ഈ ഒരു യുവതി മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഭർത്താവും ഈ ഒരു യുവതിയും തമ്മിൽ കുട്ടിയുടെ കസ്റ്റഡി സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ അല്ലെങ്കിൽ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു പോക്സോ കേസ് എടുത്തിട്ടുള്ളത്. അതും ഭർത്താവിൻ്റെ മൊഴിയിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. മറ്റൊരു സ്ത്രീ പറഞ്ഞു തൻ്റെ കുഞ്ഞിനെ ഭാര്യ പീഡിപ്പിക്കുന്നു എന്നുള്ളത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി, അതും മുലപ്പാൽ കുടിക്കുന്ന ആ പെൺകുട്ടിയെ സ്വന്തം മാതാവ് എങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ കോടതി നോക്കുന്നത്. എന്തായാലും ഇത്തരം കേട്ടുകേൾവിയിൽ മാത്രം എടുക്കാനുള്ള കേസാണോ പോക്സോ? പോക്സോ കേസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പോലീസ് വളരെയധികം ജാഗ്രത പുലർത്തണം. പല രീതിയിലുമുള്ള ചീറ്റിങ്ങിൻ്റെ പേരിൽ പോക്സോ കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുമുള്ള തർക്കങ്ങളുടെ പേരിൽ, കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ, അടുത്തുള്ള അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളുടെ പേരിൽ, പണത്തിൻ്റെ പേരിൽ ഒക്കെ പോക്സോ കേസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. ഒട്ടേറെ നിരപരാധികൾ ഇത്തരത്തിൽ കേസിൽ പെടുന്നുണ്ട് എന്ന് മുൻപേ കോടതി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഈ ഒരു കേസ് സംബന്ധിച്ച് DGP റൂറൽ SP-ക്ക് അന്വേഷണ ചുമതല കൊടുത്തിരിക്കുക. അതുപ്രകാരം കൊടുങ്ങല്ലൂർ DYSP ഈ കേസ് സംബന്ധിച്ച് ഒരു അന്വേഷണം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു മാതാവ് 1.5 വയസ്സുള്ള തൻ്റെ മുലപ്പാൽ കുടിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, തർക്കത്തിൽ നിൽക്കുന്ന ഭർത്താവ് നൽകിയ പരാതിയിൽ അങ്ങനെ ഒരു പോക്സോ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേട്ടുകേൾവിയിൽ കേസ് തന്നെയാണ് കോടതിയുടെ പരാമർശം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കുമ്പോൾ നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. അതിനുവേണ്ടി പോലീസ് ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും ആസാദിലേക്ക് സ്വാഗതം. പുത്തൻ കളക്ഷൻസിനൊപ്പം ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു. ആസാദ് സിൽക്സ്, PSM ആർക്കേഡ്, പാൻ ബസാർ, തിരൂർ.